ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവല്ല ഗുണാക്കേവിൻ്റെ കാഴ്ചകളുമായിട്ടാണ്. കയറി വരുന്ന എൻട്രൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും പോകണം കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ വെളിയിൽ തന്നെ നിന്നാൽ കേൾക്കാൻ പറ്റും സോങ് ഇല്ല കേട്ടോ. ആ സിനിമയിലെ സോങ്ങാണ് കേൾക്കുന്നത്. പിന്നെ സുഭാഷേ എന്നുള്ള വീഡിയോ ഒക്കെ കേട്ടോ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതിനകത്ത് അവരുടെ വണ്ടിയുടെ പടമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് മഴയായിരുന്നു, ആൾ കുറവായിരുന്നു കേട്ടോ. വൈകിട്ട് 4 മണി തൊട്ട് 9 മണി വരെയാണ് ഇവിടെ പ്രവേശനം. ഇന്ന് വൈകുന്നേരം മഴയായതുകൊണ്ട് തന്നെ ആൾ വളരെ കുറവാണ്. കയറുമ്പോൾ അവിടെ സിനിമയിലെ സോങ്ങും അതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു ദൂരത്തിൽ നടന്നു പോകുന്നത് തന്നെയാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. വഴികളും കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു കാഴ്ചകളാണ് കേട്ടോ. മരത്തിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ തൂങ്ങി കുറേ ദൂരം നടന്നില്ലായിരുന്നു. കുറച്ച് പാറക്കെട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് കാണാം. ഇവിടെയൊക്കെ ഇരുട്ടാണ് കേട്ടോ. ഒരു ഗുഹയിൽ കൂടി നടന്ന് നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിനകത്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ വരുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒരു വെള്ളച്ചാട്ടമാണ് അത് കേട്ടോ. സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ കണ്ടോ നരിച്ചീറുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന വേരുകളിൽ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ആ വേരുകളിലൊക്കെ നരിച്ചീറുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഇപ്പുറത്തൊരു മരമുണ്ട്, മരം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും നരിച്ചീറുകൾ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. അവിടുന്ന് നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. മറ്റൊരു സ്ഥലത്തോട്ട് ചെന്നിറങ്ങും. അവിടെ ചെന്നിറങ്ങുമ്പം നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഗുഹയിൽ നിന്ന് നേരെ ഒരു കാട്ടിലോട്ട് ചെന്ന പ്രതീതിയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, നേരെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ആനയുടെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കണ്ടാൽ ജീവനുള്ള പോലെ തോന്നും, കാരണം ആ തുമ്പിക്കയൊക്കെ അനങ്ങുന്നതാണ്. കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. കടുവ അവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്.
ഒട്ടകം. നമ്മളൊരു കാട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സൗണ്ടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വീണ്ടും ഒരു ആനയെ കാണാം. പുലികൾ തമ്മിൽ ഫൈറ്റ് ഇടുകയാണ്. ഒരു പാറയുടെ മണ്ടയ്ക്കിരുന്ന് ആൾ കണ്ടോ മുളക്കി പീഡിപ്പിക്കുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ടും കുറേ ആനിമൽസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വന്നിട്ട് ഒരു കാട്ടുമനുഷ്യൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ കാട്ടിലെ രാജാവ് അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. എന്താ പവറ്! അച്ഛൻ, 2 കുട്ടികൾ, അമ്മ, 4 പേരുടെ കുടുംബത്തിനെ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വീണ്ടും ഒരാളെ കാണാം. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഫർണിച്ചറുകളുടെ ഒരു കടയാണ് ആദ്യം കാണുന്നത്. ഒരു മേളയാണ്. കുറേ കടകളൊക്കെ ഉണ്ട്. ഫർണിച്ചറിൻ്റെയാണ് കേട്ടോ. കയറണേ, നല്ല രസം. വന്ന സ്ഥലമാണ് ഗോസ്റ്റ് ഹൗസ്. അവിടെ പുറത്തോട്ട് പോകുമ്പോൾ കളിക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ മഴയായത് കാരണം അതൊന്നും അവർ ഓണാക്കിയില്ല. എല്ലാം ഓഫാക്കിയിട്ടായിരുന്നു. ഒന്നിനും കയറാൻ പറ്റിയില്ല. ജീവിതത്തിനപ്പുറത്തുള്ള രഹസ്യങ്ങളുടെ കലവറ തുറക്കുവാൻ വരും ഗോസ്റ്റ് ഹൗസിലേക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഓക്കെ, ബൈ ബൈ.